തിരുവനന്തപുരം കിളിമാനൂരിൽ വനിതാ പഞ്ചായത്ത് അംഗത്തെ ക്വാറി ഉടമ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. പഞ്ചായത്തിൽ ക്വാറിക്കായി പ്രാരംഭ നടപടികൾ ആരംഭിച്ച മൈത്രി ഗ്രാനൈറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പാർട്ണർ ഗോപിനാഥക്കുറുപ്പ് വാട്സാപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുമാ സുനിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പണം മുടക്കി ഒരു വ്യവസായം കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനെ എതിർക്കാനും കശാപിശാക്കി നാട്ടുകാരെ കാണിച്ച് പൈസ മേടിക്കാനും നടന്ന നിങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്, പുറത്തു വിടേണ്ടി വരും. അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ. അത് നിങ്ങളെ കുടുംബത്തിനെ പോലും ബാധിക്കും. അതിനേക്കാളും മര്യാദയ്ക്ക് ഒതുങ്ങി നിൽക്കും, വല്ലതും കിട്ടും. ഈ വാർഡ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആരോ ഗോപിനാഥക്കുറുപ്പ് എന്ന് പറയുന്ന ആളിന് വേണ്ടി ഫോർവേഡ് ചെയ്തു. ആ മെസ്സേജ് ആൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുകയും അതിന് ഞാൻ മറ്റുള്ള ക്വാറിയിൽ നിന്നും പൈസകൾ കൈക്കൂലിയായിട്ട് വാങ്ങുകയാണെന്നും അത് അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാൽ അവരും തരാമെന്ന് പറയുകയും അതല്ല ഈ ക്വാറിക്ക് എതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബജീവിതം തന്നെ അവരില്ലാതാക്കും എന്നും എന്നെ ഭീഷണിപ്പെടുത്തി. അവിടെ ഈ പുതിയ പാറക്കോറി തുടങ്ങിയാൽ ആളുകൾക്ക് ആശങ്കയുണ്ട് എന്ന് അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ സുമാ സുനിൽ അവരുടെ ആശങ്ക, നാട്ടുകാരുടെയും ആശങ്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് ഗൗരവമായി പഞ്ചായത്ത് കമ്മിറ്റി കാണുകയും ഒരു കാരണവശാലും ഈ പാറക്കോറിക്ക് അനുമതി കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് ഏകകണ്ഠമായി അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിൽ വന്നു. ഇതിനെ തുടർന്ന് അന്ന് രാത്രി ഈ വാർഡ് മെമ്പറെ ഗോപിനാഥക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പാറ മാഫിയക്കാരൻ വാട്സപ്പിലൂടെ ഫോൺ വിളിച്ചിട്ട് അവരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അതുപോലെ തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുമെന്നും കുടുംബത്തെ തകർക്കുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അലക്സ് അഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അലക്സ്, ഈ പരാതി പോലീസിലേക്ക് എത്തിയിട്ടുണ്ടോ അലക്സ്? ഉന്മേഷ, ആ പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകണമെന്ന തീരുമാനം എടുക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേനയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പഴയകാല സിനിമയിലൊക്കെ വില്ലന്മാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഒരു ഭീഷണി സന്ദേശമാണ് ഈ ക്വാറിയുടെ സഹ ഉടമ ഈ പഞ്ചായത്ത് അംഗത്തിന് അയക്കുന്നത്. തിരുവനന്തപുരം പഴയകുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പർ സുമാ സുനിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം അയക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സുമാ സുനിൽ പറയുന്നത്, ഈ വാർഡിലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ക്വാറി വരുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക നാട്ടുകാർ പങ്കുവച്ചിരുന്നു. ഇത് മെമ്പർ അറിഞ്ഞില്ല എന്നതടക്കം അവർ പങ്കുവച്ചിരുന്നു. അതിൽ ഈ ക്വാറി വരുന്നതിനെ ശക്തമായി എതിർക്കണമെന്ന് മെമ്പർ നിലപാടെടുത്തു. ആ ശബ്ദ സന്ദേശം ഈ ക്വാറിയുടെ സഹ ഉടമ ഗോപിനാഥക്കുറുപ്പിന് അത് ലഭിക്കുകയും തുടർന്നാണ് ഗോപിനാഥക്കുറുപ്പ് തന്നെ ബന്ധപ്പെടുകയും ചെയ്തതെന്നാണ് ഈ സുമാ സുനിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്, കശപിശയുണ്ടാക്കി ഇതിനെ, അതായത് പൈസ മുടക്കി കൊണ്ടുവരുന്ന ഈ വ്യവസായത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അംഗീകരിക്കാനാകില്ല. മറ്റു ചില തെളിവുകൾ കൂടി പുറത്തുവിടേണ്ടി വരും. അത് കുടുംബജീവിതത്തെ തന്നെ, മെമ്പറുടെ കുടുംബജീവിതത്തെ തന്നെ അത് തകർക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, വല്ലതും കിട്ടും എന്നൊരു ഭീഷണിയാണ് ഈ ഗോപിനാഥക്കുറുപ്പ് നടത്തുന്നത്. ഈ ഇത്തരത്തിലൊരു ഭീഷണി ലഭിച്ച ഉടനെ തന്നെ മെമ്പർ സുമാ സുനിൽ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുകയും പഞ്ചായത്ത് കമ്മിറ്റി ഇത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ന് കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് അംഗങ്ങൾ ഐകകണ്ഠേന ഇതിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ തീരുമാനം എടുത്തത്. വനിതാ ജനപ്രതിനിധി അവഹേളന പരാമർശങ്ങൾ നടത്തി അപമാനിക്കുകയും സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന ഗൗരവമുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പഴയകുന്നുമേൽ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ സുമാ സുനിൽ LDF അംഗമാണ്. എന്താണെങ്കിലും ഈ പരാതി പരിശോധിക്കും പോലീസ് എന്നുള്ളതാണ്. DGP കിളിമാനൂർ പോലീസിന് ഈ പരാതി കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരം.